Dear students, അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്ത മെക്കാനിസം ഓഫ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് SN1 മെക്കാനിസം ആൻഡ് SN2 മെക്കാനിസം അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ആ മെക്കാനിസത്തിനെ തന്നെ ഒന്നും കൂടെ വിശദീകരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഹെഡിങ് ആണ് സ്റ്റീരിയോ കെമിക്കൽ ആസ്പെക്ട്സ് ഓഫ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്. അതിൻ്റെ സ്റ്റീരിയോ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ട ചില വാക്കുകളൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകണം. അതായത് ഇൻവേർഷൻ, കോൺഫിഗറേഷൻ, അതുപോലെ റെസമൈസേഷൻ എന്നൊക്കെ കേട്ടല്ലോ. ആ വാക്കുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് സ്റ്റീരിയോ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. ഓക്കെ, അപ്പോൾ സ്റ്റീരിയോ കെമിസ്ട്രി എന്നുള്ള വാക്ക് അതെന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ആറ്റംസ് ഇൻ മോളിക്യൂൾസ്. ഇറ്റ് ഈസ് ദി സ്റ്റഡി ഓഫ് സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ആറ്റംസ് ഇൻ മോളിക്യൂൾ. ഒരാറ്റം ഒരു മോളിക്യൂളിൽ എവിടെയൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നു, അങ്ങനെ അറേഞ്ച് ചെയ്തുകൊണ്ട് എന്താണ് സംഭവിക്കുക, അതിൻ്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എന്താണ് എന്നൊക്കെ പഠിക്കുന്ന ഒരു ബ്രാഞ്ചാണ് സ്റ്റീരിയോ കെമിസ്ട്രി. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റീരിയോ ഐസോമേഴ്സിൽ നമ്മൾ പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇവിടെ ഒപ്റ്റിക്കൽ ഐസോമേഴ്സ്. ഓക്കെ, ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് എന്താണ്? പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ആൻഡ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി. പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ആൻഡ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഇതെന്താണെന്നാണ് ആദ്യം പറയാൻ പോകുന്നത്. ഒപ്റ്റിക്കൽ എന്ന വാക്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും സംതിങ് കണക്റ്റഡ് വിത്ത് ലൈറ്റ്. ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ലൈറ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈറ്റുമായി ബന്ധപ്പെട്ട് എന്തോ ഒന്നാണെന്നുള്ളത് പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ വെൻ ഓർഡിനറി ലൈറ്റ് ഈസ് പാസ്ഡ് ത്രൂ സം ഇൻസ്ട്രുമെൻറ്റ്സ് ലൈക്ക് നിക്കോൾ പ്രിസം then we get a plain polarized light. അതായത് സാധാരണ ലൈറ്റിന് ഇങ്ങനെ ഡിഫറെൻറ്റ് ഡയറക്ഷൻസിൽ വൈബ്രേറ്റ് ചെയ്യുന്ന പാർട്ടിക്കിളാണ് സാധാരണ ലൈറ്റിലുണ്ടാവും. ഓക്കെ, ഈ ലൈറ്റിനെ നമ്മളൊരു നിക്കോൾ പ്രിസത്തിലൂടെ, ഇത് നിക്കോൾ പ്രിസത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതായിട്ട് ഞാൻ വരയ്ക്കുകയാണ്. ഇതിൽ കൂടെ ഈ ഓർഡിനറി ലൈറ്റ് പാസ് ചെയ്യാമെന്ന് വിചാരിക്കുക. വെൻ ഓർഡിനറി ലൈറ്റ് ഈസ് പാസ്ഡ് ത്രൂ നിക്കോൾ പ്രിസം ദെൻ ദ ലൈറ്റ് ഈസ് പ്ലെയിൻ പോളറൈസ്ഡ് എന്ന് പറഞ്ഞാൽ പിന്നെ ഈ പാർട്ടിക്കിൾസ് ഒരു പ്രത്യേക ഡയറക്ഷനിലോട്ട് മാത്രമേ വൈബ്രേറ്റ് ചെയ്യുന്നുള്ളൂ, അങ്ങനെയായി മാറുകയാണ്. ഓക്കെ, അതിനെയാണ് എന്ത് പറയുക? പോളറൈസേഷൻ എന്ന് പറയുക. ഈ ഫിനോമിനെയാണ് പോളറൈസേഷൻ എന്ന് പറയുക. എല്ലാ ട്രാൻസ്വേഴ്സ് വേവ്സിനെയും നമുക്ക് പോളറൈസ് ചെയ്യാൻ പറ്റും. പോളറൈസേഷൻ എന്ന് പറയുന്ന ഫിനോമിന ട്രാൻസ്വേഴ്സ് വേവിൻ്റെ ഒരു പ്രോപ്പർട്ടിയും കൂടിയാണ്. ഓക്കെ, യു നോ ലൈറ്റ് ഈസ് എ ട്രാൻസ്വേഴ്സ് വേവ്. അപ്പോൾ സച്ച് എ ലൈറ്റ് ഈസ് നോൺ ആസ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്. ഓക്കെ, ആൻഡ് ഇൻ some type of stereoisomers there is optical activity or that isomers are known as optical isomers. Okay, അങ്ങനെ സ്റ്റീരിയോ ഐസോമേഴ്സിൻ്റെ ഒരു വിഭാഗമാണ് ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി എന്ന് നമ്മൾ പറയും. എന്താണ് ഈ ഒപ്റ്റിക്കൽ ഐസോമേഴ്സ്? ഈ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, ഈ ലൈറ്റിനെ ഈ പറഞ്ഞ ഒപ്റ്റിക്കൽ ഐസോമേഴ്സിലൂടെ കടത്തിവിടുകയാണെങ്കിൽ സം ഐസോമേഴ്സ് റൊട്ടേറ്റ് ദിസ് ലൈറ്റ് ടു ദി റൈറ്റ് ഹാൻഡ് സൈഡ്. ഈ ലൈറ്റിന് നേരെ അതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ട് തിരിയും. ചില ഐസോമേഴ്സിൽ കൂടെ ലൈറ്റ് കടന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിൻ്റെ റൊട്ടേഷൻ മാറും. ഇറ്റ് റൊട്ടേറ്റ്സ് ടു ദ റൈറ്റ്. ഇനി വേറൊരു ഐസോമറിലൂടെ കടന്നു പോകുമ്പോഴോ ഇറ്റ് റൊട്ടേറ്റ്സ് ടു ലെഫ്റ്റ്. ആൻഡ് ദ ഐസോമർ which rotate the plane polarized light to clockwise direction or right is known as plus isomer, or we will name it as dextroisomer. Okay, and if the isomer rotate the plane of polarized light to the left side, it is known as minus isomer, or we will call it as levoisomer. Okay, dextroisomer and levoisomer. Shortly we will say D and L form. D and L form എന്ന് പറഞ്ഞാലും അതിൽ ഫുള്ള് ഡെക്സ്ട്രോ ആൻഡ് ലീവോ എന്ന് പറയണമെന്നില്ല. Okay, is it clear? Dextro and
ലീവോ ഐസോമർ. ലീവോ ഐസോമർ. ഓക്കെ, ഇനി ഒരു ഓർഗാനിക് മോളിക്യൂള് കണ്ടാൽ തന്നെ നമുക്ക് പറയാൻ പറ്റും അതിന് ഈ തരത്തിലുള്ള ഒരു ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി പ്രദർശിപ്പിക്കാൻ കഴിവുണ്ടോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് സംതിങ് കണക്റ്റഡ് വിത്ത് സിമെട്രി ഓഫ് ദ മോളിക്യൂൾ. ഓക്കെ, വെദർ എ മോളിക്യൂൾ ക്യാൻ ഷോ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഓർ നോട്ട് ഈസ് കണക്റ്റഡ് വിത്ത് the symmetry of the molecule. Okay, to show optical activity a molecule should exist in two forms. രണ്ട് ഫോംസിൽ മോളിക്യൂളിന് എക്സിസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. ഓക്കെ, ആൻഡ് the one will be the mirror image of the other. What type of a mirror image? Non-superimposable mirror image. അതൊക്കെ എന്താണ് നമ്മളിങ്ങനെ വിവരിക്കുന്നതോടെ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്താണ് the essential condition to show optical activity is the molecular asymmetry. It is something connected with the symmetry of the molecule, but the condition is it should have molecular asymmetry. അതായത് സിമെട്രി ഉണ്ടാവാൻ പാടില്ല എന്നാണ് പറയുന്നത്. സിമെട്രി ഇല്ലെങ്കിലാണ് എന്ത് കാണിക്കാൻ പറ്റില്ല, ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കാൻ പറ്റില്ല. ഇനി ഒപ്റ്റിക്കൽ മോളിക്കുലർ അസിമെട്രിക്ക് നമ്മൾ പറയുന്ന കെമിസ്ട്രിയിൽ പറയുന്ന വേറൊരു വാക്കാണ് കൈറാലിറ്റി. ഓർ മോളിക്കുലർ അസിമെട്രി ഈസ് ദി എസെൻഷ്യൽ കണ്ടീഷൻ ടു ഷോ ഒപ്റ്റിക്കൽ ഐസോമർസം. ഓക്കെ, ഇനി ഒരു ഓർഗാനിക് മോളിക്യൂളിൽ നമുക്കറിയാം വാലൻസി ഓഫ് കാർബൺ ആറ്റം ഈസ് 4. അപ്പോൾ ഒരു കാർബൺ ആറ്റത്തിൻ്റെ കൂടെ 4 ബോണ്ടുകൾ ഉണ്ടാവും. ഈ 4 ബോണ്ടുകളും ഡിഫറെൻ്റ് ആറ്റംസ് അല്ലെങ്കിൽ ആറ്റം ഗ്രൂപ്പ്സ് ആയിട്ടാണ് ബോണ്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ സച്ച് എ മോളിക്യൂൾ വിൽ ബി അസിമെട്രിക്, ഓർ ഇൻ അതർ വേർഡ്സ് ഇറ്റ് വിൽ ബി കൈറൽ ആൻഡ് ഇറ്റ് വിൽ ഷോ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇതൊരു ഗ്രൂപ്പ് എ ആണെന്ന് വിചാരിക്കുക, ഇത് ബി, ഇത് സി, ഇത് ഡി. ഓക്കെ, ഇനി ഇങ്ങനെ ഒരു മോളിക്യൂൾ ഇവിടെ മിറർ നമ്മൾ വെക്കുകയാണെങ്കിൽ ഇവിടെ അഗെയിൻ കാർബൺ ഉണ്ട്. ഈ എയുടെ മിറർ ഇമേജ് എവിടെ വരിക? ഇവിടെ വരും അല്ലേ. ഇതൊക്കെ നമ്മളിപ്പോൾ എന്ന് ഞാൻ എഴുതി ആൽഫബറ്റ് ആയതുകൊണ്ട് ഇങ്ങനെ വേണമെങ്കിൽ ഇതിനെ നമുക്ക് ഇതിപ്പോൾ ഇങ്ങനെയാണെന്ന് സങ്കല്പിക്കുക. ഒരു ഗോളം പോലെയാണല്ലോ, നമ്മൾ സ്പീർ പോലെയാണല്ലോ ഒരു ആറ്റത്തിനെ വരയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ ഇമേജ് ഇവിടെയാണല്ലോ വരിക. ഓക്കെ, ഇനി മനസ്സിലാക്കാൻ ഞാൻ വീണ്ടും എ എന്ന് തന്നെ എഴുതുകയാണ്. അപ്പോൾ എയുടെ ഇമേജ് ഇവിടെ വരും, ബിയുടെ ഇമേജ് ഇവിടെ തന്നെ, ഡി, സി ഇവിടെ വരും, ഡി ഇവിടെ വരും. ഈ 2 മോളിക്യൂളിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബോണ്ടിങ് സ്ട്രക്ചറിലൊന്നും വ്യത്യാസമൊന്നുമില്ല, ഒരേപോലത്തെ ബോണ്ടിങ് ഒക്കെയാണ്. ഓക്കെ, പക്ഷേ ഇതിനെ എടുത്ത് ഇതിൻ്റെ മേലെ വെച്ചാൽ അത് സൂപ്പർ ഇമ്പോസിബിൾ ആവില്ല. നമ്മുടെ ഇടത് കൈയും വലത് കൈയും ഇതുപോലെ ഒരു റിലേഷൻഷിപ്പാണ്, കണ്ടാൽ ഒരുപോലെയാണ് ഇരിക്കുക അല്ലേ. ഇതാ, പക്ഷെ ഞാൻ ഇതിനെടുത്ത് ഇങ്ങനെ വെക്കണം, സൂപ്പർ ഇമ്പോസിബിൾ ആവേണ്ടതാ. 2 കൈ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, കണ്ടാൽ രണ്ടും ഒരുപോലെയാണ് അല്ലേ. പക്ഷേ ഇവർ രണ്ടുപേരും അസിമെട്രിക് ആണ് നമ്മുടെ ഭാഷയിൽ, അല്ലെങ്കിൽ കൈറലാണ്. അപ്പോൾ ഇതിനെടുത്ത് ഇങ്ങനെ വെച്ചാൽ എന്താ പറ്റണില്ല, ഇറ്റ് ഈസ് നോട്ട് സൂപ്പർ ഇമ്പോസിബിൾ ബട്ട് ദേ ആർ മിറർ ഇമേജസ് ആണെന്നുള്ളതിന് സംശയമൊന്നുമില്ല. ഇപ്പോൾ ഇങ്ങനെ വെച്ചാൽ അതുപോലെയാണ് ഇപ്പോൾ ഞാൻ ഈ 2 മോളിക്യൂൾസ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ദേ ആർ മിറർ ഇമേജസ്, ബട്ട് ഞാൻ ഇതിനെ എടുത്ത് ഇതിൻ്റെ മേലെ വെച്ചാൽ എന്താവില്ല, സൂപ്പർ ഇമ്പോസിബിൾ ആവില്ല. അപ്പോൾ ഓർഗാനിക് മോളിക്യൂളിൽ അസിമെട്രി വരണമെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്? ദ 4 ഗ്രൂപ്പ്സ് അറ്റാച്ച് ടു ദ കാർബൺ ആറ്റം ഷുഡ് ബി 4 ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ്, ദെൻ ഓൺലി ഇറ്റ് വിൽ ബി അസിമെട്രിക്. അങ്ങനെ ഉള്ള കേസുകളാണ് നമ്മൾ അസിമെട്രിക് ആയിട്ട് കാണാറ്. സച്ച് എ കാർബൺ ആറ്റം, if such a carbon atom is present in a molecule, it is called സ്റ്റീരിയോ സെൻറ്റർ. അതിനെ നമ്മൾ എന്ത് വിളിക്കും? എല്ലാ ഓർഗാനിക് മോളിക്യൂളിലും ഇങ്ങനത്തെ ഒരു കാർബൺ ആറ്റം ഉണ്ടാവില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ സാധാരണ കാണുന്ന ഒരു ഓർഗാനിക് മോളിക്യൂൾ, നമ്മൾ ഈ ചാപ്റ്ററിൽ തന്നെ പലതവണ പരിചയപ്പെട്ട ഒരു ഓർഗാനിക് മോളിക്യൂൾ CH3Cl. ഓക്കെ, ഈ സാധനം സ്റ്റീരിയോ സെൻറ്റർ അല്ല. ഓക്കെ, അതായത് നമ്മളിപ്പോൾ വരയ്ക്കേണ്ടതും ഇതിങ്ങനെയല്ല വരയ്ക്കേണ്ടത്, ടെട്രാഹെഡ്രലായിട്ടാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഇതൊരിക്കലും എന്തല്ല, സ്റ്റീരിയോ സെൻറ്റർ അല്ല, അല്ലെങ്കിൽ മോളിക്കുലർ അസിമെട്രി ഉള്ള ഒരു മോളിക്യൂൾ അല്ല അത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കാർബണിൻ്റെ കൂടെ അറ്റാച്ച് ഇരിക്കുന്ന 3 ഗ്രൂപ്പും സെയിം ഗ്രൂപ്പാണ്. ഓക്കെ,
അപ്പം അങ്ങനെയുള്ളതിന് മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ, അസിമെട്രിക് കാർബൺ ആവാൻ കഴിയുള്ളൂ. ഇനിയിപ്പോൾ ഇതിൻ്റെ ആക്ച്വൽ സ്ട്രക്ചർ, ഇപ്പോൾ ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഞാൻ വരച്ച് കാണിച്ചത് നിങ്ങൾക്ക് മനസ്സിലാവാൻ എളുപ്പത്തിനാണ് പറഞ്ഞത് കേട്ടോ. ഇങ്ങനെ ഇപ്പോൾ ഒരു സ്ട്രക്ചർ ഞാൻ നേരത്തെ വരച്ചല്ലോ, അതുപോലെ ഇവിടെയും വരച്ചല്ലോ. നിങ്ങൾക്ക് മനസ്സിലാവാൻ എളുപ്പത്തിനാണ് പക്ഷേ നമ്മൾ കറക്റ്റുള്ള ഒരു മോളിക്യൂൾ വരുമ്പോൾ CH3Cl അല്ലെങ്കിൽ CHCl3 പോലുള്ള മോളിക്യൂൾ വരുമ്പോൾ അതിനൊക്കെ അതിൻ്റെതായ ഷേപ്പ് ഉണ്ട്. ടെട്രാഹെഡ്രൽ ആണെങ്കിൽ ടെട്രാഹെഡ്രൽ ആയിട്ട് തന്നെ വരച്ചിട്ട് വേണം നമ്മൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ നോക്കാനായിട്ട്. ഓക്കെ, മനസ്സിലായി? അപ്പം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനൊരു സിമ്പിൾ സ്ട്രക്ചർ വരച്ചു എന്നേ. ഓക്കെ, അപ്പം അങ്ങനെ ഒരു കാർബൺ ആറ്റം, ദാറ്റ് ഈസ് ഇഫ് ദർ ഇസ് എ കാർബൺ ആറ്റം to which 4 different groups are attached, we will call such a carbon atom as a stereocenter or asymmetric carbon, and the presence of asymmetric carbon is necessary for a molecule to show optical activity. Okay, ഇനി നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഇതുപോലെ സിമെട്രിക് ആയിട്ടുള്ള പല കാര്യങ്ങളും കാണാൻ പറ്റും. ഇപ്പം നമ്മൾ ലെഫ്റ്റ് ഹാൻഡിൻ്റെയും റൈറ്റ് ഹാൻഡിൻ്റെയും കാര്യം പറഞ്ഞു. അത് നമുക്ക് കാണുമ്പോൾ ഒരുപോലെ ഇരിക്കുന്നു, പക്ഷെ അതെന്താണ്, കെമിസ്ട്രിയുടെ ഭാഷയിൽ എന്താണ്, കൈറലാണ്. കൈറൽ അല്ലെങ്കിൽ അസിമെട്രിക് ആണ്. ഓക്കെ, അതുപോലെ നമ്മുടെ ലെഗിലും ഇത് തന്നെ അപ്ലിക്കബിൾ ആണ്. നമ്മുടെ ഹാൻഡ് പോലെ തന്നെയാണ് നമ്മുടെ പാദങ്ങൾ, കാൽപാദങ്ങളും ഇതേപോലെ തന്നെ നമുക്ക് അപ്ലിക്കബിൾ ആണ്. ഓക്കെ, ഇനി ചില ഒബ്ജക്ട്സ്, ഒരു സർക്കിൾ, ഇവരൊക്കെ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് ആണ്. ഇപ്പോൾ ഒരു സർക്കിൾ എടുക്കുക, ഇറ്റ് ഈസ് എ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ്. ഇങ്ങനെയാണ് രണ്ട് മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ കെമിസ്ട്രിയിൽ അതിന് എന്താ പറയുക, ഇറ്റ് ഈസ് നോട്ട് കൈറൽ അല്ലെങ്കിൽ അക്കൈറൽ എന്നാണ് പറയുക. ഇങ്ങനെയുള്ള ഒബ്ജക്റ്റിനെ നമ്മൾ എന്താ പറയുക, ഇറ്റ് ഈസ് മോർ സിമെട്രിക് അല്ലെങ്കിൽ നമ്മൾ എന്താ പറയും, അക്കൈറൽ. ഇങ്ങനെ ഒരു മോളിക്യൂൾ ഇങ്ങനത്തെ രണ്ട് ക്രിസ്റ്റൽ സ്ട്രക്ചറിൽ എക്സിസ്റ്റ് ചെയ്യുന്നെങ്കിൽ അതിന് എന്ത് കാണിക്കാൻ പറ്റില്ല, ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കാൻ പറ്റില്ല. പക്ഷേ വേറെ ഒരു എക്സാമ്പിളിൽ നമ്മൾ പറഞ്ഞു ലെഫ്റ്റ് ഹാൻഡ് ആൻഡ് റൈറ്റ് ഹാൻഡ്. ആ രീതിയിൽ ഒരു കോമ്പൗണ്ടിന് ക്രിസ്റ്റൽസിന് രണ്ട് ഫോമിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. വൺ ലുക്സ് ലൈക്ക് അവർ ലെഫ്റ്റ് ഹാൻഡ് ആൻഡ് ദ അതർ വൺ ലുക്സ് ലൈക്ക് അവർ റൈറ്റ് ഹാൻഡ്. അങ്ങനെയാണെങ്കിൽ ദേ ക്യാൻ ഷോ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി. ഓക്കെ, അപ്പോൾ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റിക്ക് സിമെട്രി ആയിട്ട് ബന്ധമുണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞത്. ഇനി നമുക്ക് ചില ഓർഗാനിക് മോളിക്യൂൾസ് നിങ്ങൾ പറയണം ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കോ ഇല്ലയോ, അല്ലെങ്കിൽ കൈറൽ കാർബൺ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കേട്ടോ. അതിൽ എക്സാമ്പിൾ പ്രൊപ്പാൻ ടൂൾ, whether it will show it has chiral carbon or not എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. The first one is propan-2-ol. Okay, another example is butan-2-ol. ഈ രണ്ടെണ്ണത്തിൽ കൈറൽ കാർബൺ ഉണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രൊപ്പാൻ-2-ol നമുക്കറിയാം CH3CHOH-CH3. Okay, this is propan-2-ol. butan-2-ol CH3CHOH-CH2CH3. Okay, we can consider this carbon atom OH attached carbon atom. The both case we can consider the carbon atom attached to the OH group. See here, the 4 group attached to this carbon atom are 1 OH, 1 H, 2 CH3. Is it chiral carbon or not? This carbon atom, is it chiral or not? Not chiral. It is achiral because the 2 CH3 groups are same. The 4 different groups are 1 hydrogen, 1 OH, 2 CH3. So these 2 CH3 groups are same. Okay. Therefore, this carbon atom is not chiral. Okay. Now we can. ഈ രണ്ട് കാർബൺ ആറ്റത്തിൻ്റെ കാര്യം നമ്മൾ പറയേണ്ട കാര്യമില്ല, കാരണം അത് കാണുമ്പോഴേ അറിയാം. ഇവിടെ 3 ഹൈഡ്രജനാണ്, ഇവിടെ ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ അത് കൈറൽ എല്ലാം കാണുമ്പോഴേ അറിയാം. ആകെ സംശയം വരുന്നത് ഈ കാർബൺ മാത്രമാണ്. അതുകൊണ്ടാണ് അതിൻ്റെ കാര്യം ഇങ്ങനെ സ്ട്രെസ് ചെയ്ത് പറഞ്ഞത്.
അതുപോലെ ഈ കാർബണും അതെ, കാണുമ്പോഴേ അറിയാം ഇറ്റ് ഈസ് നോട്ട് കൈറൽ, കാരണം 3 ഹൈഡ്രജനും സെയിം ആണ്. ഓക്കെ, ഇനി കമ്മിങ് ടു ദിസ് കോമ്പൗണ്ട്, വെൻ വി കൺസിഡർ ദിസ് കാർബൺ, ഇതൊന്നും കൈറൽ ഇല്ലാന്ന് കാണുമ്പോഴേ അറിയാം, കാരണം ഇത് 3 ഹൈഡ്രജനുമായിട്ട് അറ്റാച്ച്ഡ് ആണ്, ഇത് 2 ഹൈഡ്രജൻ, ഇത് 3 ഹൈഡ്രജൻ. അപ്പോൾ അവരൊന്നും അല്ല. പിന്നെ സംശയം വരുന്നത് ഈ ഒരു കാർബൺ മാത്രമേ ഉള്ളൂ. അവിടെ നോക്കൂ, 1 ഗ്രൂപ്പ് ഈസ് OH, 1 ഗ്രൂപ്പ് ഈസ് CH3, 1 ഗ്രൂപ്പ് ഈസ് H, and the other one is ethyl group. So this is a chiral carbon or it is a stereocenter. ഓക്കെ, അപ്പോൾ നമ്മളത് വരയ്ക്കുമ്പോൾ ഇങ്ങനെ ഒരു ഭാഗത്ത് നമ്മൾ OH-നെ വരച്ചു, കാർബണിൻ്റെ ഒരു സൈഡിൽ OH-നെ വരച്ചു, ഒരു സൈഡിൽ നമ്മൾ ഈ CH3-നെ വരച്ചു, പിന്നെ ഒരു സൈഡിൽ നമ്മൾ ഈ C2H5, ആ പറഞ്ഞ CH2CH3. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ CH2CH3 തന്നെ എഴുതാം, കുഴപ്പമില്ല. CH2CH3. ഓക്കെ, അതൊരു ഗ്രൂപ്പ്. അടുത്തത് ഹൈഡ്രജൻ. ഓക്കെ, ഇനി ഇതിനെ ഇവിടെ ഒരു മിറർ ഉണ്ടെന്ന് വിചാരിക്കും. ഇപ്പോൾ പ്രൊപ്പാൻ ടൂൾ നമുക്ക് ആവശ്യമില്ല, അത് നമ്മൾ മാറ്റി കളഞ്ഞു കേട്ടോ. ബ്യൂട്ടാൻ ടൂളാണ് ഇപ്പോൾ നമ്മൾ വരച്ചുകൊണ്ടിരിക്കുന്നത്. മിറർ ഉണ്ട്. മിറർ ഉണ്ടെങ്കിൽ മിററിൽ ഈ OH എവിടെ വരും? ഇവിടെ വരും അല്ലേ? ശ്രദ്ധിക്കണം, ഓയും H ഒന്നും നമ്മൾ എഴുതുന്ന പോലെയല്ലേ ഇരിക്കുന്നത്, ഇവരൊക്കെ സ്പിയേഴ്സ് ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. ഇപ്പം മിറർ ഇമേജിലും അതുപോലെ വരും. ഇപ്പം ഇവിടെ നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. നമ്മൾ എഴുതുമ്പോൾ OH എന്ന് എഴുതുന്നേ ഉള്ളൂ. ആക്ച്വലി ദീസ് ആർ ആറ്റംസ്. നമ്മൾ OH എന്ന് എഴുതുന്ന പോലെയല്ല ആക്ച്വലി മോളിക്യൂൾ ഇരിക്കുന്നത്. CH3 ഇവിടെ വന്നു, CH2CH3, അതായത് ഈഥൈൽ ഗ്രൂപ്പ് ഇവിടെ വന്നു, ഹൈഡ്രജൻ ഇവിടെ വന്നു. മിറർ ഇമേജ് ആണ്, പക്ഷെ എടുത്ത് ഇതിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്തെല്ലാം സൂപ്പർ ഇമ്പോസിബിൾ അല്ല എന്ന് അറിയാൻ പറ്റും. അപ്പം ഇതൊരു എന്ത് കാണിക്കുന്ന ഐസോമറാണ്? ഒപ്റ്റിക്കൽ ഐസോമറാണ്. ഒരെണ്ണം ഡെക്സ്ട്രോ ആണെങ്കിൽ മറ്റത് ലീവോ ആയിരിക്കും. ഓക്കെ, one will be dextro-rotatory isomer and the other will be levo-rotatory isomer. ഏതാണ് ഡെക്സ്ട്രോ ഏതാണ് ലീവോ എന്നുള്ളത് how can we identify? We have to prepare this compound and we will get these 2 compounds in 2 different crystal forms, and when we place that crystals in polarimeter, we can identify which one is dextro and which one is levo. അത് കണ്ടുകൊണ്ട് പറയാൻ പറ്റില്ല, അതിന് ശരിക്കുള്ള എക്സ്പെരിമെൻറ്റിൽ ചെയ്ത് നോക്കിയാൽ നമുക്ക് ഡെക്സ്ട്രോ ഏതാണ് ലീവോ ഏതാണ്. ഇപ്പോൾ നമുക്ക് തൽക്കാലം ഒന്നിന് ഡെക്സ്ട്രോ ഒന്നിന് ലീവോ എന്ന് എഴുതാനേ പറ്റുള്ളൂ. ഓക്കെ, സച്ച് ഐസോമേഴ്സ് ആർ നോൺ ആസ് എനാൻഷ്യോമേഴ്സ്. ഇങ്ങനെയുള്ള ഐസോമേഴ്സിന് നമ്മൾ പറയുന്ന പേരെന്താണ്? ദേ ആർ നോൺ ആസ് എനാൻഷ്യോമേഴ്സ്. ഇതിനെ വേറെ രീതിയിൽ വായിക്കരുത്, ഇതിനെ എനാൻഷ്യോമേഴ്സ് തന്നെ വായിക്കണം. ഓക്കെ, അപ്പോൾ എനാൻഷ്യോമേഴ്സ് possess identical physical properties. ഇവർക്ക് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ സെയിം ആയിരിക്കും, കാരണം ബോണ്ടിങ് സ്ട്രക്ചറിൽ ഒന്നിനും വ്യത്യാസമില്ല. ഓക്കെ, ഐഡന്റിക്കൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, നെയിംലി മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, സൊല്യൂബിലിറ്റി, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എക്സെട്ര. പിന്നെ എന്തിലാണ് അവർ ഡിഫർ ചെയ്യുന്നത്? ഐസോമേഴ്സ് പറഞ്ഞാൽ എന്തെങ്കിലും കാര്യത്തിൽ ഡിഫറൻസ് ഉണ്ടാവണം അല്ലേ? അവരുടെ മോളിക്കുലർ സ്ട്രക്ചറും ഫോമിലൊക്കെ സെയിം ആണ്, ബട്ട് ദർ ഷുഡ് ബി സം ഡിഫറൻസ്, അല്ലെങ്കിൽ ഒരു ഡിഫറെൻ്റെങ്കിലും ഉണ്ടാവും. They only differ with respect to the rotation of plane polarized light. If one of the enantiomer is dextro-rotatory, the other will be levo-rotatory. Okay, അപ്പോൾ ഇവരെ തമ്മിൽ എന്താണ് enantiomers? They are optical isomers. They have same physical properties, namely melting point, boiling point, refractive index, solubility, etc. They only differ with respect to the rotation of plane polarized light. If one of the isomer rotates the plane polarized light to left, the other will rotate to right. Left or right എന്ന് പറയാം, അല്ലെങ്കിൽ one of the isomer rotates the plane of plane polarized light to clockwise direction, but the other one rotates to anti-clockwise direction. അങ്ങനെയും പറയാം. ഓക്കെ, ഇനി ഇവിടെ വരുന്ന ഇവര് ചില കോമ്പൗണ്ടുകളിൽ, ഇപ്പം നമ്മളിപ്പോൾ ഇപ്പോൾ പറഞ്ഞ ബ്യൂട്ടാൻ ടൂൾ, വെൻ വി ടേക്ക് എ സാമ്പിൾ ഓഫ് ബ്യൂട്ടാൻ ടൂൾ, ചിലപ്പോൾ അതിൽ 100% ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആയിരിക്കും. ഓക്കെ, ഇനി ചിലപ്പോൾ അതിൽ 100% ലീവോ റൊട്ടേറ്ററി ആയിരിക്കും. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് പറയാം ഇത് പ്ലസ് ആണ്, ഇത് മൈനസ് ആണെന്ന് കൃത്യമായിട്ട് പറയാം. സപ്പോസ് ഇൻ എ sample of butan tool
50% is dextrorotatory and 50% is levorotatory. Then we will call that mixture as racemic mixture. നമ്മൾ എന്താ പറയുക? Racemic mixture എന്നാണ് പറയുക. Racemic mixture means there will not be finally any optical activity. The dextrorotation of this isomer or the clockwise rotation of the 50% is cancelled by the anti-clockwise rotation of the other 50%. അപ്പോൾ കൃത്യം 50% ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുക? റസമിക് മിക്സ്ചർ എന്ന് പറയുക. ഓക്കെ, ഇപ്പം ഈ 80% ഡെക്സ്ട്രോ ആണ്, 20% ലീവോ ആണെന്ന് വിചാരിക്കൂ. അപ്പോൾ ഫൈനലി കോമ്പൗണ്ട് എന്തായിരിക്കും? ഡെക്സ്ട്രോ ആയിരിക്കും. ഓക്കെ, അങ്ങനെയൊക്കെയുള്ള മിക്സ്ചേഴ്സ് ഉണ്ടാകാം. അപ്പോഴൊക്കെ നമ്മൾ അതിനെ ഡെക്സ്ട്രോ എന്നാണ് പറയുക. കൃത്യം ഇങ്ങനെ അത് വേർതിരിച്ചെടുക്കാനുള്ള മെത്തേഡ്സ് വഴി നമ്മൾ വേർതിരിച്ചെടുക്കണം. 100% ഡെക്സ്ട്രോ 100% ലീവോ ഉള്ളൊരു കാര്യം കിട്ടണമെങ്കിൽ അത് നമ്മൾ അതിൻ്റെ മെത്തേഡ്സ് അനുസരിച്ച് ആ രണ്ട് ഐസോമേഴ്സിനെ വേർതിരിച്ചെടുക്കേണ്ടി വരും. ഓക്കെ, കൃത്യം 50% ഉള്ള ഒരു മിക്സ്ചറിനെ നമ്മൾ എന്ത് പറയുന്നു? 50% ഡെക്സ്ട്രോ പ്ലസ് 50% ലീവോ. സച്ച് എ മിക്സ്ചർ ഈസ് നോൺ ആസ് റസമിക് മിക്സ്ചർ. ആൻഡ് ദ കൺവേർഷൻ ഓഫ് dextro and levo isomer into the racemic mixture is known as racemization. ഈ ഡെക്സ്ട്രോ എന്ന് പറയുന്ന സാധനം എന്തായി മാറി? കറക്റ്റ് 50% ഡെക്സ്ട്രോ പ്ലസ് 50% ലീവോ ഉള്ളൊരു സാധനമായി മാറി. അതേപോലെ തന്നെ ലീവോ എന്നുള്ളത് എന്തായി മാറി? 50% ഡെക്സ്ട്രോ പ്ലസ് 50% ലീവോ ആയി മാറി. അങ്ങനെ കൺവേർട്ട് ചെയ്യുന്ന ആ പ്രോസസ്സിനെ the conversion of an enantiomer into a racemic mixture is known as racemization. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമ്മൾ SN2 വീണ്ടും SN2 SN1 ഇട്ട് പഠിച്ചപ്പോൾ we have studied some terms in SN2 and SN1 mechanisms. അതിൽ SN2 നമ്മൾ ആദ്യം പഠിച്ചതാണ് what is inversion. ഓക്കെ, in SN2 ഇൻവേർഷൻ പഠിച്ചു. SN1 എന്താ പഠിച്ചത്? ഇറ്റ് പ്രൊസീഡ്സ് ബൈ റസമൈസേഷൻ. ഇനി ഈ രണ്ടെണ്ണത്തിലും വരാത്ത വേറൊരു ടേമും കൂടി ഉണ്ട്, റിട്ടൻഷൻ. വാട്ട് ഈസ് മീൻ ബൈ ദീസ് ടേംസ്? Inversion, racemization and retention. In a particular reaction, if we are starting with an dextrorotatory isomer, the reactant is dextrorotatory. But after the reaction, we are getting a product. If it is 100% levorotatory, the product is levorotatory, then we can say that the reaction proceeds by inversion in configuration. This is the case with the SN2 mechanism. നമ്മളൊരു റിയാക്ഷൻ നടത്തുമ്പോൾ റിയാക്ടൻ്റ് 100% ഡെക്സ്ട്രോ ആണ്, പക്ഷെ പ്രൊഡക്റ്റ് 100% ലീവോ ആണ്, മൊത്തത്തിൽ മാറി. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ദ റിയാക്ഷൻ പ്രൊസീഡ്സ് ബൈ ഇൻവേർഷൻ എന്ന് പറയും. ഇപ്പോൾ വാൽഡൻ ഇൻവേർഷൻ എന്നൊക്കെ പഠിച്ചു SN2. ഓക്കെ, ഇനി തിരിച്ചും വരാം. ഇഫ് ദ റിയാക്ടൻ്റ് ഈസ് ലീവോ ദ പ്രൊഡക്റ്റ് ഈസ് ഡെക്സ്ട്രോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് തന്നെയാണ് പറയുക? ഇൻവേർഷൻ ഇൻ കോൺഫിഗറേഷൻ തന്നെയാണ് പറയാം. അപ്പോൾ ഇഫ് ഇൻ എ പർട്ടിക്കുലർ റിയാക്ഷൻ ദ റിയാക്ടൻ്റ് ഈസ് ഡെക്സ്ട്രോറൊട്ടേറ്ററി and the product is levorotatory, there is complete inversion in stereochemistry after the reaction, then we can say that it is inversion in configuration. The reaction proceeds by inversion in configuration. Okay, അപ്പോൾ ഇത് തിരിച്ചും വരാം. if the reactant is levo the product is dextro. അങ്ങനെയും വരാം, രണ്ട് കേസും വരും. അപ്പോൾ രണ്ടിനെയും നമ്മൾ എന്താ പറയുക? ഇൻവേർഷൻ ഇൻ കോൺഫിഗറേഷൻ ആണ് പറയാം. ഓക്കെ, now what is meant by racemization? If in a particular reaction the reactant is dextro but for the product there is no optical activity, the product contains 50% dextro isomer and 50% levo isomer, then we will say it is a racemized mixture. Okay, അതും ഇതുപോലെ
ഡെക്സ്ട്രോ എന്ന് തുടങ്ങാം അല്ലെങ്കിൽ ലീവോ എന്ന് തുടങ്ങാം. എങ്ങനെ തുടങ്ങിയാലും പ്രോഡക്റ്റ് എന്ത് തന്നെയായിരിക്കും? എ മിക്സ്ചർ ഓഫ് 50% dextrorotatory isomer and 50% of levorotatory isomer. This is the case with the SN1 mechanism. Now what is retention? If in a particular reaction the reactant is dextro and the product is also dextrorotatory compound, there is no change in that bond. സ്റ്റീരിയോ സെന്ററിൽ ചുറ്റുമുള്ള ബോണ്ടിൽ ഒന്നും വ്യത്യാസം വന്നില്ലെങ്കിലാണ് ഇങ്ങനെ സംഭവിക്കുക. സ്റ്റീരിയോ സെന്റർ കാർബൺ എന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. If there is no change in the particular, and if there is no change around the bonds of stereo center carbon, then what will happen? If the reactant is dextrorotatory, the product also will be dextrorotatory. Similarly, if the reactant is levorotatory, product also will be levorotatory. In that case, we will say it is retention in configuration. So what are the three words? Inversion, racemization, retention. Inversion is a case of SN2 mechanism and racemization is the case with SN1 mechanism. Retention means if reactant and product have same stereotype. If both are same type of optical activity, then we will say it as retention in configuration. Okay. അപ്പോൾ ഇത്രയാണ് SN1 ആൻഡ് SN2 മെക്കാനിസത്തിൻ്റെ സ്റ്റീരിയോ കെമിസ്ട്രി. നമ്മളിത് നേരത്തെ പഠിച്ചതാണ്. ഒന്നും കൂടെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയണമെന്ന് മാത്രം. എന്താണ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി, എന്താണ് എനാൻഷ്യോമേഴ്സ്, എന്താണ് കൈറൽ കാർബൺ, എന്താണ് അസിമെട്രിക് കാർബൺ പോലെയുള്ള കാര്യങ്ങൾ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണ്. ആക്ച്വലി നിങ്ങൾക്ക് ഈ 3 വേർഡ്, പ്രധാനപ്പെട്ട ഈ 2 വേർഡേ ആവശ്യമുള്ളൂ. SN2 ഇൻവേർഷനാണ്, SN1 റസമൈസേഷനാണ്. അപ്പോൾ വേർഡ് പറഞ്ഞു തന്നത് കൊണ്ട് എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്, അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ട് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി മൊത്തം ഒന്നും കൂടെ പറയുന്നു എന്നേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്ന ഭാഗം അവസാനിച്ചു. ഈ ഭാഗങ്ങൾ ഇൻവേർഷൻ, റസമൈസേഷൻ, ഇത് എന്താണ് എനാൻഷ്യോമർ എന്നുള്ള കാര്യങ്ങളൊന്നും ഹയർ സെക്കൻഡറിക്ക് ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല. പക്ഷേ ആ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തല്ലോ. വിച്ച് വൺ ഈസ് മോർ റിയാക്റ്റീവ് ടുവേർഡ്സ് SN1 ആൻഡ് SN2, അങ്ങനത്തെ ക്വസ്റ്റ്യൻസും പിന്നെ അതിൻ്റെ സാലിയൻ ഫീച്ചേഴ്സ്, SN1 ആൻഡ് SN2യുടെ സാലിയൻ ഫീച്ചേഴ്സ് പറഞ്ഞല്ലോ, അതാണ് കൂടുതലും എക്സാമിന് ചോദിക്കുക. In the next class, we will discuss some other types of reactions, that is elimination reaction and reaction with metals of haloalkenes. അത് രണ്ടെണ്ണമാണ് അടുത്ത ക്ലാസ്സിൽ പറയുക. എലിമിനേഷൻ റിയാക്ഷനും റിയാക്ഷൻ വിത്ത് മെറ്റൽസ്. എല്ലാവരും വീഡിയോ കാണുക. ഓക്കെ.